ഹലോ, ഇന്ന് നമുക്ക് ഒരു ഡ്രാഗൺ ചിക്കൻ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ബോൺലെസ് ചിക്കൻ എടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ കോൺഫ്ലോറും ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. മുട്ടയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വന്നാൽ മാത്രം മതി. ഒരു സൈഡ് കുക്കായിട്ട് വന്നാൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും കുക്കാക്കി എടുക്കാം. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ടൊമാറ്റോ സോസും ചില്ലി സോസും സോയാ സോസും കൂടെ മിക്സ് ആക്കി എടുക്കാം. മൂന്ന് സോസും കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കാം. അതിനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിൽ തന്നെ ഇവിടെ യൂസ് ചെയ്താൽ മതി. അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. ഒരു 4 കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത സവോള കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഫുൾ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം കൂടി കുക്കായിട്ട് വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോസും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ സമയം വളരെ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ചിക്കനും സോസും നന്നായിട്ട് കമ്പൈൻ ആയി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടീസ്പൂൺ ഹണി കൂടി ചേർത്ത് കൊടുക്കാം. ഫൈനലായിട്ട് ഇതിലേക്ക് എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞു. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഫോളോ ദ വുഡൻ സ്പൂൺ. താങ്ക് യു.